ഇനി മുതൽ ഡാവിഞ്ചി റിസോൾവിൽ വീഡിയോ കട്ട് ചെയ്യുന്നതിന് വേണ്ടി ബ്ലേഡ് ടൂൾ ഉപയോഗിക്കേണ്ട. ഡാവിഞ്ചി റിസോൾവിൽ നമുക്കൊരു വീഡിയോ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്ലേഡ് ടൂൾ എടുക്കുന്നു, അതിനുശേഷം വീഡിയോ എവിടെ നിന്നാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ ഒരു ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ആ ഒരു കട്ട് ചെയ്ത ഭാഗം സെലക്ട് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിക്കുന്നു, എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതുമായിട്ട് ജോയിൻ്റ് ആവുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് പതുക്കെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഒരൊറ്റ ക്ലിക്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് വീഡിയോ ഒന്ന് പ്ലേ ചെയ്തിട്ട് എവിടം വരെയാണോ വേണ്ടത് അവിടെ ഈ ഒരു പ്ലേ ഹെഡ് കൊണ്ട് വെക്കുക കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്ലേ ഹെഡ് അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ തന്നെ എന്ത് നടക്കും? ഈ ഒരു വീഡിയോയുടെ ഈ പ്ലേ ഹെഡ് വെച്ച സ്ഥലത്തിൻ്റെ വലതുവശത്ത് കിടന്ന അത്രയും ഭാഗവും കട്ടായി പോയിട്ട് ഈ ഒരു വീഡിയോ കൊണ്ട് ഇതിലോട്ട് യോജിപ്പിക്കും. മനസ്സിലായോ? ഒറ്റ ക്ലിക്കിലാണ് നടന്നത്. നമ്മൾ ഇത്രയും ഈ ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്ത് ബാക്ക് സ്പേസ് അടിച്ച് ഡിലീറ്റ് ചെയ്ത് ഒരുമിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് നടന്നു അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഈ ഇടത് സൈഡിലുള്ളത് കളയാനും എളുപ്പമാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ഈ ഒരു വീഡിയോയിൽ കളഞ്ഞു നോക്കാം. ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. എനിക്ക് ഇവിടെ നിന്ന് വേണ്ട, അത് ഇവിടം തൊട്ട് ഇങ്ങോട്ടുള്ളത് മതി, ഈ ഫ്രണ്ടിലുള്ളത് വേണ്ടാന്ന് വയ്ക്കുക, അതായത് ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇത് വേണ്ടെങ്കിൽ ആ വീഡിയോ സെലക്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ബ്രാക്കറ്റ് ഞെക്കുക. കണ്ടോ? ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ക്ലിപ്പ് അത്രയും അങ്ങ് ഡിലീറ്റ് ആയി പോയിട്ട് ബാക്കി പ്ലേ ഹെഡിന്റെ വലതുവശത്ത് കിടന്ന ക്ലിപ്പിന്റെ ഭാഗം ഇതിലോട്ട് വന്ന് ജോയിന്റ് ആയി. ഇനി മുതൽ ബ്ലേഡ് ടൂൾ ഉപയോഗിച്ച് മെനക്കെടാൻ നിൽക്കേണ്ട, ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ.